إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെ സംബന്ധിച്ചാണ്. ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് സാധ്യമായ വിജയങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. നമ്മൾക്കറിയാവുന്നതുപോലെ ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിജയം ലഭിച്ച കാലഘട്ടമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് തൻ്റെ മുൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോമിലും പേർഷ്യയിലും ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തന്മാരായ രണ്ട് സാമ്രാജ്യങ്ങളോട് പൊരുതി നിൽക്കുകയായിരുന്നു. യർമൂക്ക് യുദ്ധ ഘട്ടത്തിലാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് അതിലെ വിജയം കൈവരുന്നതിന് മുമ്പാണ് മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിൽ, റോമാക്കാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എന്നാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവയെല്ലാം ഏറ്റെടുക്കുകയും ഭംഗിയായി അതിലൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്തു. അതിനു പുറമെ ഇസ്ലാമിക രാജ്യം വികസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, യർമൂക്ക് യുദ്ധത്തിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്നാണ് കടന്നു വരുന്നത്. അതായത് പേർഷ്യക്കാരോടുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെയാണ് റോമിനോട് പോരാടാൻ വേണ്ടി അവിടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമായി കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി മുസ്ലിങ്ങൾ കീഴടക്കിയ പ്രദേശം എന്ന നിലയിൽ പേർഷ്യയിൽ നിന്ന് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും യുദ്ധമുണ്ടായത്. അതിനൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പേർഷ്യ എന്ന് അറിയപ്പെടുന്ന രാജ്യം ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് മെസോപ്പൊട്ടേമിയ എന്ന പേരിലാണ്. അതായത് ബിലാദുർ റാഫിദൈൻ, അറബിയിൽ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്താറുള്ളത്. രണ്ട് നദികൾക്കിടയിലെ ഫലഭൂയിഷ്ടമായ പ്രദേശം. പുരാതന നാഗരികതകളൊക്കെ അങ്ങനെയാണ് ഉടലെടുക്കാറുള്ളത്. ഏതെങ്കിലും നദീ തീരങ്ങളിലോ മറ്റൊക്കെയാണ് ജനങ്ങൾ കൃഷി ചെയ്തും കാലികളെ വളർത്തിയുമൊക്കെ മനുഷ്യന്മാർ ജീവിക്കാറുണ്ടായിരുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും സമൃദ്ധമായ പ്രദേശമായിരുന്നു ബിലാദുർ റാഫിദൈൻ, അതായത് മെസോപ്പൊട്ടേമിയ എന്ന പേരിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന പ്രദേശം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട ആ പ്രദേശം, അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ പ്രദേശത്തിൽ രൂപം കൊണ്ട സംസ്കാരങ്ങൾ നിരവധിയാണ്. ഇസ്ലാമിന് മുമ്പ് തന്നെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന അശൂരിയന്മാർ, അതേപോലെ കാൽഡിയന്മാർ എന്ന് തുടങ്ങി നെബത്തികൾ, ബാബിലോണിയൻ സംസ്കാരം തുടങ്ങി ഒരുപാട് സംസ്കാരങ്ങളുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ച പ്രദേശമാണത്.
അവിടെ രൂപം കൊണ്ട സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. ലോകത്തെ രണ്ട് ഭാഗമായി പകുത്തുകൊണ്ട് പേർഷ്യക്കാരും റോമാക്കാരും അടക്കി ഭരിച്ചിരുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. റോമൻ സാമ്രാജ്യം യഥാർത്ഥത്തിൽ ചൈന മുതൽ അങ്ങ് തുർക്കി വരെ വിശാലമായതായിരുന്നു. അതിന്റെ പല കാലഘട്ടങ്ങളിലും അവിടെ വരെ എത്തിയിരുന്നു. അവിടുന്ന് അങ്ങോട്ടായിരുന്നു റോമാക്കാർ പലപ്പോഴും ഭരിക്കാറുണ്ടായിരുന്നത്. അവർക്കിടയിൽ സംഘട്ടനങ്ങളും യുദ്ധങ്ങളും പതിവായിരുന്നു. ചില സമയങ്ങളിൽ റോമാക്കാർ വിജയിക്കും, ചില സന്ദർഭങ്ങളിൽ പേർഷ്യക്കാർ വിജയിക്കും. അതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ചരിത്രങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റോമാക്കാരെ പോലെ ആയിരുന്നില്ല, അഗ്നി ആരാധകരായിരുന്നു, മജൂസികളായിരുന്നു. അവരുടെ മതം മജൂസി മതമായിരുന്നു. എന്നാൽ അതിന്റെ അവസാന കാലഘട്ടത്തിൽ ആ രാജാക്കന്മാർ, അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ സ്വരാഷ്ട്രീയൻ മതം സ്വീകരിച്ചു. അവരുടെ പ്രജകളുടെ മതം മജൂസികളാണ്. അവരിൽ നിന്ന് തന്നെ അല്പം മാറ്റമുള്ള ഒരു മതം. അവർ രണ്ട് ഇലാഹുകളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിലേക്ക് വിശാലമായി പ്രവേശിക്കുന്നില്ല. ഏതായിരുന്നാലും അത് പ്രജകളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. രാജാക്കന്മാർ അവരെ ആ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചതൊക്കെ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഇടയിൽ ചില നീരസത്തിന് കാരണമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാരുടെ മതം തന്നെയായിരുന്നു പ്രജകൾക്കുണ്ടാവുക. നാഷണാലിറ്റി പോലെ രാജാവ് പറയുന്നത് തന്നെയാണ് പ്രജകളുടെയും മതം. അങ്ങനെ രാജാവിനും പ്രജകൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമനത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ പേർഷ്യൻ സാമ്രാജ്യം അതിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തിച്ചേരുന്നത് സാസാൻ ഭരണകൂടത്തിലേക്കാണ്. എപ്പോഴാണ് അത് സാസാൻ രാജാക്കന്മാരിലേക്ക് എത്തിയത് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും 4-5 നൂറ്റാണ്ടിന് മുമ്പ്, അതായത് AD 2-ാം നൂറ്റാണ്ടിലോ മറ്റോ ഒക്കെയാണ് അവരുടെ ഭരണകൂടം അവിടെ സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരുടെയൊക്കെ പേർഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും അവസാന കാലഘട്ടത്തിൽ അത് സാസാൻ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു ആ ഭരണം ഉണ്ടായിരുന്നത്. അവരുടെ തലസ്ഥാനത്തിന്റെ പേരായിരുന്നു മദായിൻ എന്ന അറബിയിൽ വിളിക്കുന്ന, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ റോമൻ ഭാഷയിൽ അതിന് പറയുന്ന പേര് കത്സിഫോൻ എന്നാണ്. ഇംഗ്ലീഷിലും അത് തന്നെയായിരിക്കും അതിന്റെ പേര്. മദായിൻ എന്ന പേരിലാണ് ആ കാലഘട്ടത്തിൽ അത് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ഭാഷയും അതാണ്, അവരുപയോഗിക്കാറുണ്ടായിരുന്ന ഭാഷയിലും ആ പേര് തന്നെയാണ് അതറിയപ്പെടുന്നത്. ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിന്റെ കിഴക്ക് ഭാഗത്താണ് ആ പട്ടണം ഉണ്ടായിരുന്നത്. അന്ന് ബഗ്ദാദില്ല. ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദ് അബ്ബാസി രാജാവായ മൻസൂർ രാജാവ് പരിഗണിപ്പിച്ചതാണ്. അതേപോലെ ബസറയില്ല, കൂഫയില്ല. ബസറയും കൂഫയും ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കൂഫ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവും അതേപോലെ ബസറ ഉത്ബത്ത് ബിൻ ഖസ്വാൻ റളിയല്ലാഹു അൻഹുമാണ് പണി കഴിപ്പിച്ചത്. മുസ്ലിങ്ങളുടെ താമസവും സൗകര്യവും പരിഗണിച്ചുകൊണ്ടുണ്ടാക്കിയ 2 നഗരങ്ങളാണ്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് മദായിനാണ്, അവരുടെ ഏറ്റവും വലിയ തലസ്ഥാനം. മദായിൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഉള്ളതുപോലെ തന്നെ പട്ടണങ്ങൾ എന്നാണ്. അതായത് ഈ 2 നദികൾക്കിടയിലുള്ള 7ഓളം നഗരങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ നഗരമായിരുന്നു അത് എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അറബികളുടെ ഭാഗത്തേക്ക് ഉണ്ടായിരുന്ന, ഇറാഖിന്റെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന ഹീറ എന്ന് പറയുന്ന സാമ്രാജ്യം, അത് സാസാൻ രാജകുടുംബത്തിന്റെ കീഴിൽ ജീവിക്കുന്ന രാജാക്കന്മാരാണ്. ചെറിയ രാജാക്കന്മാർ, ഉപരാജാക്കന്മാർ. നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പോലെ രാജാവും മഹാരാജാവും. പേർഷ്യയാണ് മഹാരാജാവ്. അയാൾക്ക് കപ്പം കൊടുത്ത് കഴിഞ്ഞു വരുന്ന രാജാവായിരുന്നു നാട്ടുരാജാവ് എന്ന് പറയാം. അതായിരുന്നു ഹീറ ആസ്ഥാനമായി ഭരിച്ചിരുന്ന മുൻദിർ ബിൻ സാവ ഭരണകൂടം. അദ്ദേഹത്തിന്റെ മനാദിറകൾ, അവരും നൂറ്റാണ്ടുകളോളം ആ രാജ്യങ്ങൾ ഭരിച്ചതാണ്. ഏതായിരുന്നാലും അവരുടെ വിഗ്രഹാരാധനയും ഇസ്ലാമിനോടുള്ള ശത്രുതയും വളരെ പ്രസിദ്ധമായിരുന്നു. അതൊക്കെ മുമ്പ് ഇവിടെ തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി അവർ പരസ്പരം മറന്ന് സഹകരിക്കാറുണ്ട്. ഇന്നത്തെ പോലെ തന്നെ ആര്? പേർഷ്യക്കാരും റോമാക്കാരും. മുസ്ലിങ്ങളെ എതിർക്കുന്ന വിഷയത്തിൽ അവർ ഒന്നാണ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകാറുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുക എന്ന ഒരു അജണ്ടയിലേക്ക് അവര് ആ കാലഘട്ടത്തിലും മാറിയിരുന്നു, ഇന്ന് മാറിയ രൂപത്തിൽ തന്നെ. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 7-ാം വർഷം എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതിയ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന രാജാവ് കിസ്റായ്ക്കും കത്തെഴുതിയിരുന്നു, കൈസറിനും കത്തെഴുതിയിരുന്നു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ സഹമി എന്ന് പറയുന്ന സഹാബിയാണ് ആ കത്തുമായി അയാളുടെ കൊട്ടാരത്തിലേക്ക് ചെന്നത്. ആ കത്ത് വായിച്ചു നോക്കി അദ്ദേഹം ദേഷ്യം പിടിച്ചു. നമ്മൾ ദർസിൽ തന്നെ ചെറുതായി സൂചിപ്പിച്ചതാണ്.
അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മിൻ മുഹമ്മദിൻ അബ്ദുല്ലാഹി വ റസൂലിഹി ഇലാ കൈസർ അദീമു ഫാരിസ്, അതായത് അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകനുമായ അടിമയുമായ മുഹമ്മദിൽ നിന്ന് പേർഷ്യൻ രാജാവിന് എന്ന വാചകങ്ങൾ കണ്ടപ്പോഴേക്ക് അദ്ദേഹം പിന്നെ വായിച്ചിട്ടില്ല എന്നാണ്. എന്റെ പേരിന് മുമ്പ് എന്റെ ഒരു അടിമ, എന്റെ ഒരു അടിമയായ മുഹമ്മദ് എന്റെ പേരിന് മുമ്പിൽ അവന്റെ പേര് എഴുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് വലിച്ചു കീറുകയും ചുരുട്ടി എറിയുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അയാളുടെ കീഴിൽ ഭരിച്ചിരുന്ന യമനിലെ ബാദാന് കത്തെഴുതിയതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അത് വിശദമായി പ്രതിപാദിച്ചതാണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വാർത്ത കിട്ടി. ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാരും പല ആളുകളും റസൂലിന്റെ കത്ത് കെട്ടിപ്പൂട്ടി വെച്ച് പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് പുറത്തു വന്ന ചരിത്രമാണുള്ളതെങ്കിൽ പേർഷ്യൻ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് വലിച്ചു കീറി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിവരം അറിഞ്ഞപ്പോ അയാൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, മസ്സക അല്ലാഹു മുൽക്കഹു കമാ മസ്സക ഖിതാബി, എന്റെ ആ കത്ത് കീറിയതുപോലെ അള്ളാഹു ആ രാജ്യത്തിനെ അയാളുടെ ആധിപത്യവും പിച്ചി ചീന്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും അത് പുലരുകയും ചെയ്തു. 7-ാം വർഷത്തിൽ കത്തെഴുതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജറയുടെ 15-ാം കൊല്ലത്തിലാണ് അയാളുടെ സാമ്രാജ്യം മദായിൻ തലസ്ഥാനം മുസ്ലിങ്ങൾ കീഴടക്കുന്നത്. ആ 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 വർഷത്തിനിടയിൽ 14 രാജാക്കന്മാരാണ് ആ നാട് ഭരിച്ചത്. അതല്ലെങ്കിൽ എത്രയോ രാജാക്കന്മാർ 10ഉം 50ഉം 80ഉം ഒക്കെ വർഷം ഭരിച്ച ഭരണകൂടത്തെ പിന്നീട് നയിക്കുന്നത് 2 മാസം 3 മാസം 6 മാസമൊക്കെയാണ് ഓരോ രാജാക്കന്മാർ ഭരിച്ചത്. അതിന് കാരണം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപങ്ങളും അതേപോലെ തന്നെ പരസ്പര യുദ്ധങ്ങളുമായിരുന്നു. രാജകുടുംബം ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയും അതിൽ തന്നെ ഷീറീൻ എന്ന് പറയുന്ന രാജാവ്, അവർക്കൊക്കെ യസ്ദജർജ് ഒന്നാമൻ രണ്ടാമൻ എന്നൊക്കെ പറഞ്ഞ പേരുകൾ ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അയാൾ രാജകുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂട്ടി അവരുടെ കൂട്ടത്തിലെ മുഴുവൻ പുരുഷന്മാരെയും കൊന്നുകളഞ്ഞു. അതിൽ ഒരു ചെറിയ പൈതൽ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതൊക്കെ അവരുടെ ചരിത്രങ്ങളാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനം അല്ലെങ്കിൽ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ അവരിൽ പുലരുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് മദായിൻ കീഴടക്കാൻ അവസരമുണ്ടായതും. ഏതായിരുന്നാലും ഖാലിദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടുകയും അവിടെ ഉണ്ടായിരുന്ന വലിയ യുദ്ധങ്ങളെ സംബന്ധിച്ച് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്നാണ് അത് നടന്നത്. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് കാദിമയിൽ നടന്ന യുദ്ധം അല്ലെ, അതേപോലെ ഉല്ലൈസ്, വലജ, ദാത്തുസലാസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 10ഓളം വലിയ യുദ്ധങ്ങളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. എന്നാൽ ഖാലിദ് റളിയല്ലാഹു അൻഹു യർമൂക്കിലേക്ക് പോയ വിവരം പേർഷ്യക്കാരറിഞ്ഞു. അതോടുകൂടി അവർക്ക് ധൈര്യം കൂടി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കമാൻഡറും വിജയശ്രീലാളിയുമായ നേതാവ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താം എന്ന തോന്നൽ അവരുടെ മനസ്സിലുദിക്കുകയും അവർ ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ പിൻഗാമിയായി നിശ്ചയിച്ചിരുന്നത് മുസന്ന ബിനുൽ ഹാരിസ് ഷൈബാനിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കത്ത് എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന് എഴുതിയ വരികൾ, അതായത് മുസന്നക്ക് ഈ രാജാവ് എഴുതിയ വരികൾ, ഞാൻ നിന്നോട് പോരാടാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശക്കാരായ ഒരു സൈന്യത്തെ നിയോഗിക്കാൻ പോവാണ്. ഇന്നമാഹും റുആത്തു ദുജാജി വൽ ഖനാസിർ, പന്നി വളർത്തലുകാരും അതേപോലെ കോഴി വളർത്തലുകാരുമായ ഒട്ടും കരുണയില്ലാത്ത പ്രാകൃതന്മാരായ ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് യോജിച്ച തരത്തിൽ വിടുകയാണ് എന്നാണ് രാജാവ് എഴുതിയത്. അതായത് മുസ്ലിങ്ങളെ നിന്ദിക്കാനും വേണ്ടി നല്ല പട്ടാളക്കാരൊന്നും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ നിലവാരമുള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസന്നക്ക് കത്തെഴുതിയത്. അതിന് മുസന്ന ബിൻ ഹാരിസ എഴുതിയ മറുപടി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ സാമ്രാജ്യം ഇപ്പോൾ പന്നി വളർത്തലുകാരും അതേപോലെ കോഴി വളർത്തലുകാരും ഏറ്റെടുത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ആ രാജാവിന്റെ സേനാ നീക്കത്തെ ശക്തമായി തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ആ യുദ്ധത്തിൽ പേർഷ്യക്കാർ പരാജയപ്പെട്ടു. ചെറിയ രൂപത്തിലുള്ള പോരാട്ടങ്ങളാണ് ആ സമയത്തൊക്കെ ഉണ്ടായത്. എന്നാൽ പേർഷ്യക്കാരുടെ ഈ ഒരുക്കം മുസന്ന ഒട്ടും വൈകാതെ മദീനയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അതിനു മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു യർമൂക്കിലേക്ക് പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ്. യർമൂക്ക് യുദ്ധം നടക്കുന്ന സമയത്താണ് ആ തക്കത്തിൽ
ഈ മുസന്നയ്ക്ക് കത്തെഴുതുകയും പോരാടാൻ വേണ്ടി അയാൾ വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് മുസന്ന കത്തെഴുതുന്നത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഒന്നും ലഭിച്ചില്ല. അദ്ദേഹം കാത്തിരുന്നു. മറുപടി കാണാത്തപ്പോൾ വൈകിയപ്പോൾ മുസന്ന തന്നെ നേരിട്ട് മദീനയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ കാണുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗവേളയിലാണ്. അദ്ദേഹം കാണുന്നത് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതാണ്, വഫാത്താകുന്നതാണ്. മുസന്ന ഇറാഖിലേക്ക് തന്നെ തിരിച്ചുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാര്യം ഏൽപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഖിലാഫത്ത് ഏറ്റെടുത്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി പ്രഭാഷണം നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ പേർഷ്യയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രയാസത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ അറിയിക്കുകയും അങ്ങോട്ട് പോരാടാൻ പുറപ്പെടാൻ ആരുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ സഹാബികളിൽ നിന്ന് ഒരാളും അനുയായികളിൽ നിന്ന് ഒരാളും അതിന് ധൈര്യം കാണിച്ചില്ല. ഖാലിദിന്റെ അഭാവത്തിൽ പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളോട് കണക്ക് തീർക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിന് പുറപ്പെടാൻ അധികം ആരും മുന്നോട്ട് വന്നില്ല. എല്ലാവരും മൗനികളായിരുന്നു. രണ്ടാമത്തെ ദിവസവും ഉമർ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തി. അവരോട് ചോദിച്ചു, ആരാണ് ഈ സേനാ നായകത്വം ഏറ്റെടുക്കാനുള്ളത്? ആരും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസം അബൂ ഉബൈദ് ഇബ്നു മസ്ഊദ് സഖഫി, അദ്ദേഹം തായിഫുകാരനാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ സഹാബിമാരിൽ പല ആളുകൾക്കും അഭിപ്രായം, അദ്ദേഹം സഹാബിയല്ല. അബൂ ഉബൈദ പിൽക്കാലത്ത് മുസ്ലിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സഹാബികൾ ഉണ്ടായിരിക്കെ അബൂ ഉബൈദയെ ഏൽപ്പിച്ചത് അത്ര നല്ലതല്ല എന്ന് പല സഹാബിമാർക്കും അഭിപ്രായം ഉണ്ടായി. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, അദ്ദേഹമാണ് തന്റെ അടുത്തോടു കൂടി ഞാനത് ചോദിച്ചപ്പോൾ ഏറ്റെടുക്കാൻ വന്നത്, ഇനി അദ്ദേഹത്തിനെ നീക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുകയും മദീനയിൽ നിന്ന് വലിയൊരു സൈന്യത്തെ മുസന്നയ്ക്ക് സഹായമായി അദ്ദേഹം, അതായത് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുകയും ചെയ്തു. അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടി തന്നെ റോമാക്കാരോട് നമാരിക് എന്ന പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടുകയും അവിടെ റുസ്തം നിയോഗിച്ചിരുന്ന, അപ്പോഴേക്ക് പേർഷ്യയിൽ ഇങ്ങനെ 6-8 മാസം കൂടുമ്പോഴൊക്കെ രാജാക്കന്മാർ മാറി വരുന്നുണ്ട്. റുസ്തമാണ് അധികാരത്തിലുള്ളത്. അയാൾ ശരിക്കും അർമീനിയക്കാരനാണ്. അർമീനിയയിൽ നിന്ന് വന്ന കമാൻഡറാണ്, പട്ടാള കമാൻഡർ. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതാണ്. അദ്ദേഹം ജാബാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സേനാ നായകനെ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. നമാരിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെയും മുസന്ന ബിൻ ഹാരിസയുമായും അദ്ദേഹം പോരാടുകയും വളരെ ദയനീയമായി പേർഷ്യക്കാർ അതിൽ പരാജയപ്പെടുകയും മദായിനിലേക്ക് പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് പോരാടാൻ വലിയ ഒരു സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുകയും അവർ ജിസ്ർ എന്ന സ്ഥലത്ത്, മുസ്ലിങ്ങളാണ്, ജിസ്ർ എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം, മനസ്സിലാവുന്നത് ടൈഗ്രീസ് നദിയുടെ ഒരു പോഷക നദി, അതിന്റെ അതിന്റെ മുകളിലൂടെയാണ് മുസ്ലിങ്ങളെ ഈ പാലം കെട്ടിയിരുന്നത്. അതിന്റെ മറുകരയിൽ വന്നുകൊണ്ട് പേർഷ്യക്കാർ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു, നിങ്ങൾ ധൈര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരിക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സൈന്യവുമായി. അപ്പോ പരിചയസമ്പന്നനായ മുസന്ന റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദാണ് പുതിയ കമാൻഡർ, അദ്ദേഹത്തിനെ ഉപദേശിച്ചു, നമ്മൾ ഒരിക്കലും ഈ മരുഭൂപ്രദേശം വിട്ട് പുഴ കടന്ന് അങ്ങോട്ട് കിടക്കാൻ പാടില്ല. കാരണം ഒന്ന്, നമ്മൾക്ക് പരിചയമില്ലാത്ത പ്രദേശം, രണ്ടാമത്തേത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കരെ ചെന്ന് യുദ്ധം ചെയ്താൽ എന്തെങ്കിലും പരാജയമോ മറ്റോ വന്നാൽ അല്പം പിൻവാങ്ങാൻ സ്ഥലമുണ്ടാവില്ല, ബേക്കിലുള്ളത് നദിയായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതിന് അബൂ ഉബൈദ് പറഞ്ഞ മറുപടി, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം വെല്ലുവിളികൾ സഹിക്കാൻ പറ്റുന്നതല്ല. അവിടെ നിന്ന് അവരിങ്ങനെ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുള്ളവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ ഈമാനും ധൈര്യമുള്ള ആളുകളാണ്, അങ്ങോട്ട് കടന്ന് പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ചെറിയ കമാൻഡർമാരുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ അബൂ ഉബൈദ് റളിയല്ലാഹു അൻഹു കരയുടെ അക്കരയ്ക്ക് അവരെ നയിക്കുകയും ശക്തമായി പേർഷ്യക്കാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പേർഷ്യക്കാർ വന്നിരുന്നത് ചരിത്രം പറയുന്നത് 17ഓളം ആനകളെയുമായിട്ടായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനകളോടുള്ള പോരാട്ടം പരിചയമുള്ളതല്ല. മുസ്ലിങ്ങളുടെ വാഹനങ്ങളായ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ആനയെ കാണുന്നതോടുകൂടി ഭയമായിരിക്കും. അവ പേർഷ്യക്കാരുടെ പ്ലാൻ അനുസരിച്ച് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ വക്കിലേക്കാണ് അവരെ ആ യുദ്ധം കൊണ്ടെത്തിച്ചത്. ആനകളുടെ കഴുത്തിലൊക്കെ കിങ്ങിണി എന്ന് പറയുന്ന ഈ ബെല്ലൊക്കെ കെട്ടിയിട്ടാണ് വന്നിരുന്നത്. അതിന്റെ ശബ്ദം കേട്ടതോടുകൂടി മുസ്ലിങ്ങളുടെ കുതിരകള് വിരളി പിടിച്ച് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ, ഇനി ഇവരോട് പോരാടാൻ ആനകളെ തോൽപ്പിക്കാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ പല സഹാബിമാരും അതേപോലെ മുസ്ലിം പടയാളികളും
ആനകളേക്ക് നേരെ അമ്പ് ചെയ്തു. ചെറിയ മനുഷ്യന്മാരെ കൊല്ലാവുന്ന അമ്പുകൾ ഉപയോഗിച്ച് ആനയെ അമ്പ് ചെയ്താൽ അതിനത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദ് നേരിട്ട് തന്നെ അതിന്റെ മുന്നിലുണ്ടായിരുന്ന ആനയുടെ മുന്നിലേക്ക് ഓടിച്ചെല്ലുകയും അതിന്റെ സുല്ലും, അതായത് തുമ്പിക്കൈ വെട്ടി മുറിക്കുകയും ചെയ്തു. ആന അദ്ദേഹത്തിനെ ചവിട്ടി കൊല്ലുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ സേവന കമാൻഡർ കൊല്ലപ്പെട്ട ആ വാർത്ത അവർക്കിടയിൽ പരന്നു. അവർ പല ആളുകളും പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ശക്തമായി തന്നെ പേർഷ്യൻ സൈന്യം മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം അയച്ചുവിട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്തിരിഞ്ഞോടാനുള്ളത് ഈ നദിയുടെ മറുകരയിലേക്കാണ്. പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോഴേക്ക് അബൂ ഉബൈദയുടെ തന്നെ ഗോത്രക്കാരനായ തായിഫുകാരൻ, മറ്റൊരു മുസ്ലിം സേനാധിപൻ അല്ലെങ്കിൽ ഉപ കമാൻഡർ ആ പാലം പൊളിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, തോറ്റോടുന്നത് നമ്മൾക്ക് ശരിയായ ഏർപ്പാടല്ല, പോരാടി മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികളോടെ അദ്ദേഹം പാലം പൊളിച്ചു കളഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്മാറാൻ പോലും ഒരു വകയില്ലാതെ 9,000 വരുന്ന സൈന്യത്തിലെ പകുതിയിലേറെ ആളുകളെ പേർഷ്യക്കാർ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അവർ ഷഹീദായി. ബാക്കിയുള്ള ആളുകളെ അബു മുസന്ന റളിയല്ലാഹു അൻഹു നേതൃത്വം ഏറ്റെടുക്കുകയും ഒരുവിധം മറുകരയിലേക്ക് അവർ നീന്തിയും മറ്റുമൊക്കെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ സേനാനായകൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് പടയാളികളെയാണ് കൊല്ലപ്പെട്ടത്. ഈ ആവേശത്തിൽ പേർഷ്യക്കാർ വീണ്ടും ഒരു പോരാട്ടത്തിന് വേണ്ടി ഏറെ വൈകാതെ തന്നെ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുകയും അവർ വീണ്ടും അവരുടെ പടയണിയൊക്കെ ശരിയാക്കി ഒരുമിച്ച് കൂടുകയും ചെയ്തു. അൽ ബുവൈബ് എന്ന് പറയുന്ന ഇറാഖിലെ സ്ഥലത്ത് വെച്ചാണ് ആ യുദ്ധമുണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മദീനയിലേക്ക് സഹാബിമാർ അറിയിക്കാറുണ്ടായിരുന്നു. മുസന്ന അവരെത്തിയിട്ടുള്ള വലിയ ഈ ദുരന്തത്തെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന് വിവരം നൽകിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും വരീദ് വിവരം വരുന്നതും കാത്ത് മദീനയിൽ നിന്ന് ആശങ്കാകുലനായി കാത്തിരിക്കുകയാണ്, എന്താണ് യുദ്ധമുഖത്ത് നിന്നുള്ള വിവരങ്ങൾ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ വീണ്ടും ബുവൈബ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുസ്ലിങ്ങളുമായി വീണ്ടും പോരാട്ടത്തിൽ ഏർപ്പെടുന്നതും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിജയമാണ് ലഭിച്ചത്. മുസ്ലിങ്ങളുടെ ശക്തമായ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മരുഭൂമിയിലാണുള്ളത്. നേരത്തെ സംഭവിച്ച ആ അബദ്ധം അവർക്ക് സംഭവിച്ചില്ല. അവരുടെ സ്ഥലത്ത് അവർ നിലയുറപ്പിച്ചു. പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൽ അവർ പാലം കടന്ന് ഇപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. മുസന്ന തന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആ പാലം അദ്ദേഹം പൊളിച്ചു കളഞ്ഞു. മുസ്ലിങ്ങൾക്ക് സംഭവിച്ചതുപോലെ അവർക്കും തിരിഞ്ഞോടാൻ വഴിയില്ലാതെ അവരിലെ 30,000 വരുന്ന സൈന്യത്തിലെ 1/3 വെള്ളത്തിൽ മുങ്ങിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വാളിന് ഇരയായോ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ്. ഏതായിരുന്നാലും പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചത്. അവർ കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഇവിടുന്ന് തോറ്റോടിയ സേനാനായകന്മാരും അവിടെയുള്ള രാജാക്കന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവർ തീരുമാനിച്ചു, ഈ പരസ്പര പോരാട്ടം അവസാനിപ്പിച്ച് മുസ്ലിങ്ങളെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടുകയും അവിടെ ഉണ്ടായിരുന്ന കമാൻഡർമാർ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടയിൽ ഏറ്റവും ശക്തന്മാരായ 2 നേതാക്കന്മാരെ, സേനാനായകന്മാരെ അവരുടെ കാര്യം ഏൽപ്പിക്കുകയും ചെയ്തു. ഒന്ന് റുസ്തം, മറ്റൊന്ന് ഫെയ്റുസാൻ. ഖുസ്രു പർവേസ് എന്നാണ് അയാളുടെ പേര് ചരിത്രത്തിൽ കാണുന്നത്. അറബിയിൽ പറയാറുള്ളത് ഫെയ്റുസാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 2 ആളെയും അവര് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ബൈഅത്ത് ചെയ്തു എന്ന് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധം നിങ്ങൾ നയിക്കുകയും നമ്മൾക്ക് വിജയം നൽകുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ 2 പേരെയും ഞങ്ങൾ വധിച്ചു കളയും എന്ന് പേർഷ്യക്കാർ, രാജകുടുംബങ്ങളിൽ ബാക്കിയുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരുമൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവര് കാര്യം ഏറ്റെടുത്തതോടുകൂടി 2 ആളും ദീർഘമായ കൂടിയാലോചനകൾ നടത്തുകയും പേർഷ്യൻ കുടുംബത്തിൽ നിന്ന്, പേർഷ്യൻ സാസാൻ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി മുന്നിൽ നിന്നുകൊണ്ടല്ലാതെ നമ്മൾക്ക് വിജയം സാധ്യമല്ല എന്നവർ അഭിപ്രായപ്പെടുകയും അങ്ങനെ സാസാൻ കുടുംബത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ രാജാവായിരുന്ന ഷീരീൻ എല്ലാവരെയും കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂട്ടി അവരിലെ മുഴുവൻ പുരുഷന്മാരെയും കുട്ടികളെ ഉൾപ്പെടെ കൊന്നുകളഞ്ഞതാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമ്മു യസ്ദജർദ് അയാളുടെ മാതാവ് ഈ വിവരം അറിഞ്ഞപ്പോൾ 2 വയസ്സുകാരനായ ചെറിയ കുട്ടിയെ മാറ്റിയിരുന്നു എന്നാണ്. അതല്ലെങ്കിൽ ചരിത്രത്തിൽ വ്യക്തമായി കാണുന്നില്ല, ചെറിയ കുട്ടി
വേണമെങ്കിൽ 10 വയസ്സായിരിക്കാം, അള്ളാഹു ആലം. അവരുടെ അമ്മാവന്മാർക്ക് കൈമാറിയിരുന്നു കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി. ഈ വിവരം അന്വേഷിച്ച് കണ്ടെത്തുകയും നോക്കാൻ ഏൽപ്പിച്ച ഈ കുട്ടിയെ 16 17 വയസ്സുള്ള ഈ പയ്യനെ കൊണ്ടുവന്ന് രാജാവായി അവരോധിക്കുകയും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ സേനാനായകന്മാരായ ഈ റുസ്തമും അതേപോലെ ഫെയ്റുസാനും കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുസ്ലിങ്ങളോട് പോരാടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മുസന്ന റളിയല്ലാഹു അൻഹു ഈ കാര്യം മദീനയിലേക്ക് അറിയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങളുടെ ആശങ്കയും അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന 2.5 ലക്ഷത്തോളം വരുന്ന സൈന്യം മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി പേർഷ്യക്കാർ ഒരുക്കുന്നു എന്ന വിവരവും ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കാര്യം സഹാബിമാരോട് അറിയിക്കുകയും ഞാനിതാ പേർഷ്യക്കാരോട് പോരാടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4000 വരുന്ന മദീനയിലുണ്ടായിരുന്ന സഹാബിമാരെയും അല്ലാത്തവരുമായ വലിയ സൈന്യത്തെയും കൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. മദീനയിൽ നിന്ന് അല്പം സഞ്ചരിച്ചാൽ എത്തുന്ന സിറാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി അവര് വിശ്രമിക്കാനിരുന്നപ്പോൾ അവർക്കിടയിൽ ചർച്ചയായി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പേർഷ്യക്കാരോട് പോരാടാൻ പുറപ്പെടുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പിണയുകയും ചെയ്താൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കുക എന്ന് സഹായിമാർക്കിടയിൽ ചർച്ചയുണ്ടാകുകയും അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രധാനക്ക് പോകുന്നത്. നമ്മൾ ഷിയാക്കൾ പ്രചരിപ്പിക്കാറുള്ളത് രണ്ടാളും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൂടെയുണ്ട്. അങ്ങനെ പ്രമുഖരായ സഹായിമാരെല്ലാവരും ഉണ്ട്. അവരോടെല്ലാവരോടും കൂടിയാലോചിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള പ്രമുഖരായ സഹാബിമാർ പറഞ്ഞത് ഒരു കാരണവശാലും ഖലീഫ ഈ യാത്ര തുടരാൻ പാടില്ല, മറിച്ച് മദീനയിലേക്ക് തിരിച്ചു വരണം, ഈ സ്ഥാനത്തിന് അർഹരായ ഏതെങ്കിലും സഹാബിമാരെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു ആ നിർദ്ദേശം സ്വീകരിക്കുകയും ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. ചർച്ചയുടെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയുണ്ടായി, ഞാൻ ആ സിംഹത്തെ അതിൻ്റെ കൂട്ടിൽ കാണുന്നുണ്ട് പേർഷ്യക്കാരോടുമായി പോരാടാൻ. അപ്പൊ സഹായിമാർ ചോദിച്ചു ആരാണത്? ഉമറിന്റെ മറുപടി അൽ അസദു ഫി അരീനിഹി, സിംഹം അവിടെ ഉണ്ട്, അതിന്റെ കൂട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ആരാണെന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഅദ് ബിൻ അബി വഖാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാല്, കുടുംബക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ സഹായിമാരെ തക്ബീർ ചൊല്ലി. അദ്ദേഹം ഹവാസിൻ ഗോത്രത്തിലെ സക്കാത്ത് അല്ലെങ്കിൽ സദക്ക പിരിക്കാൻ വേണ്ടി ഉമർ നിയോഗിച്ചതായിരുന്നു. അദ്ദേഹത്തിനെ മടക്കി വിളിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്വം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ബുവൈബ് യുദ്ധത്തിൽ പരിക്കേറ്റ മുസന്ന റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്. പേർഷ്യൻ സൈന്യം വന്നെത്തുന്ന ആ വിവരങ്ങളെ സംബന്ധിച്ചും വന്നാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ മദീനയിലേക്ക് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് തന്നെ യുദ്ധം നയിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. ഏതായിരുന്നാലും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സൈന്യവുമായി ഖാദിസിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നേരിട്ട് എത്തി. ഖാദിസിയ എന്ന് പറയുന്നത് ഇറാഖിലാണ്, ആധുനിക ഇറാഖിലുള്ള പ്രദേശമാണ്. ബഗ്ദാദിന്റെ ഒക്കെ ആ പേരിൽ തന്നെയാണ് ഇന്നും അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഖാദിസിയ എന്ന് പറയുന്ന സ്ഥലം ഇന്നും അവിടെ ഉള്ളതാണ്. അവിടെ തമ്പടിക്കുകയും പേർഷ്യക്കാരെ പ്രതീക്ഷിച്ച് യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ റുസ്തം സേനാ കമാൻഡർ അവരുടെ പട്ടാളത്തെയുമായി മദായിനിൽ നിന്ന് പുറപ്പെടുന്നില്ല. അവർ വീരവാദക്കം മുഴക്കിയെങ്കിലും മുസ്ലിങ്ങളോട് പോരാടാൻ വേണ്ടി അവരാരും പുറത്തു വരുന്നില്ല. അത് യുദ്ധതന്ത്രമായിരുന്നു. കാരണം 10-20,000 വരുന്ന സൈന്യം മരുഭൂമിയിൽ യുദ്ധം പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണവും മറ്റു മാർഗങ്ങളൊക്കെ അവർക്കുള്ളൂ. അങ്ങനെ മുസ്ലിങ്ങളെ മുഷിപ്പിച്ച് അവസാന യുദ്ധത്തിലേക്ക് വരിക, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിരാശരാക്കി മടക്കുക എന്ന തന്ത്രമായിരുന്നു. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരെ അംഗീകരിച്ച് ജീവിക്കുന്ന ആ ഗ്രാമപ്രദേശങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഖാലിദ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ പ്രദേശങ്ങളാണ് ഒരു കാലത്ത്. ആ മുഴുവൻ പ്രദേശങ്ങളും പേർഷ്യക്കാർ ഈ ആളുകളുമായി ഒന്നുകിൽ നേരിട്ട് തിരിച്ചു പിടിക്കുകയോ അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഗോത്ര നേതാക്കന്മാരെയോ അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരെയോ സ്വാധീനിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ രംഗത്ത് വരണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ പ്രദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാരെ ആക്രമിക്കുകയും ഒന്നുകിൽ ജിസിയ തന്നുകൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭാഗമായി തുടരുക,
അതല്ലെങ്കിൽ വിശ്വാസം സ്വീകരിക്കുക എന്നവരോട് നിർദ്ദേശിച്ചു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായി. അവർ പേർഷ്യൻ രാജാവിനെ അറിയിച്ചു, ഒന്നുകിൽ നിങ്ങൾ യുദ്ധം ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുക, അതല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് ചേരാൻ പോവുകയാണ് എന്നറിയിച്ചപ്പോൾ റുസ്തം മറ്റൊരു മാർഗമില്ലാതെ മുസ്ലിങ്ങളോട് പോരാടാൻ വേണ്ടി ഖാദിസിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. ചരിത്രം പറയുന്നത് 2.5 ലക്ഷം സൈന്യത്തെ വിവിധ കമാൻഡർമാരുടെ നേതൃത്വത്തിൽ പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. മുസ്ലിങ്ങളുമായി ഉള്ള ഈ പ്രശ്നത്തിനൊരു തീരുമാനമാണ് അവർ യുദ്ധത്തിലൂടെ കണ്ടെത്തേണ്ടത് എന്നവർ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സേനാനായകന്മാരും അതേപോലെ തന്നെ പടയാളികളും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുമായി അവർ ഖാദിസിയയിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ തമ്പടിച്ചു. യുദ്ധത്തിലേക്ക് നേരിട്ട് എടുത്തു ചാടുകയല്ല ചെയ്തത്. മുസ്ലിം അവരുടെ ഭാഗത്ത് 4 മാസത്തോളം ചില റിപ്പോർട്ടുകളിൽ, അതല്ലെങ്കിൽ 2 മാസത്തോളം തമ്പടിച്ച് കാത്തിരിക്കുകയാണ്. റുസ്തം സൈന്യവുമായി വന്നു. ആ സമയത്ത് ചില ചരിത്രങ്ങളിൽ കാണാം, റുസ്തം വഴിയിൽ വെച്ച് ഒരു അറബിയെ കണ്ടുമുട്ടിയെന്നാണ്. അപ്പൊ അയാളോട് ചോദിച്ചത്രേ, എന്തുകൊണ്ടാണ് പല നാടുകളും നിങ്ങൾ ഇത്ര പെട്ടെന്ന് കീഴടക്കുകയും അവരൊക്കെ നിങ്ങളെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്? അതിന് ആ അറബി പറഞ്ഞ മറുപടി, ഗ്രാമീണനായ അറബിയാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്, ഞങ്ങൾക്കിടയിൽ സമത്വമുണ്ട്. ആ മുസ്ലിം സാധാരണക്കാരന്റെ മറുപടി, ഞങ്ങളാരും പരസ്പരം ഞങ്ങളുടെ കൂട്ടത്തിലെ ഭരണാധികാരിയും ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രജയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഞങ്ങൾക്കിടയിൽ വിശ്വാസമാണ് ആളുകൾക്കിടയിലുള്ള ഏറ്റക്കുറച്ചിലിന്റെ മാനദണ്ഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദീർഘമായി സംസാരിച്ചതൊക്കെ അൽബിദായ വന്യായ പോലെയുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പടയാളികൾ രാത്രി നമസ്കരിക്കുന്നവരാണ്, നിങ്ങളുടെ പടയാളികൾ വൈകുന്നേരമാകുമ്പോഴേക്ക് ബോധമറ്റ് വീഴുന്നവരാണ്. എന്തുകൊണ്ട്? മദ്യലഹരി ആയതുകൊണ്ട് എന്നൊക്കെ മറുപടി പറഞ്ഞു എന്നാണ്. ഏതായിരുന്നാലും റുസ്തം വന്ന് തമ്പടിച്ച പ്രദേശങ്ങളൊക്കെ പേർഷ്യക്കാരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. പടയാളികൾ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കൊള്ളയടിക്കാനും വീടുകളിൽ സ്ത്രീകളെ ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങിയതാണ്. ഈ രൂപത്തിലാണ് അവരുടെ പട്ടാളക്കാരുടെ അവരോട് പ്രജകളോട് തന്നെയുള്ള പെരുമാറ്റമെന്ന് നമ്മൾക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ പറ്റും. ഏതായിരുന്നാലും ആ തമ്പടിച്ച പ്രദേശത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധത്തിന് വേണ്ടി പൂർണ്ണ തയ്യാറെടുപ്പിലാണ്, അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റുസ്തം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരു ദൂതനെ നിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്? ഞങ്ങളോട് ചർച്ച ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിലെ സമർത്ഥന്മാരായ ഏതാനും വ്യക്തികളെ നിയോഗിക്കുക എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അഭ്യർത്ഥിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോഴേക്ക് മുസന്നബിൽ ഹാരിസ് ഷൈബാനി റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. ബുവൈബ് യുദ്ധത്തിലേറ്റ പരിക്ക് കാരണം അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടതായിട്ടാണ് ചരിത്രം പറയുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു റുസ്തമിനെ കാണാൻ വേണ്ടി മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. ആദ്യമായി എത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ മുഗീറയോട് റുസ്തമിന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടുള്ളത്? നിങ്ങളെ സംരക്ഷിക്കുന്നതും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളല്ലേ? അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. എന്തെങ്കിലുമൊക്കെ ഭൗതികമായ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകിക്കോളാം. അതിന് മുഗീറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ലൈസ തലബുന ദുനിയ, ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ദുനിയാവിലെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, വൈന്നമാ തലബുനൽ ആഖിറ, ഞങ്ങൾ വന്നിട്ടുള്ളത് പരലോകം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചതും അവർ ഇസ്ലാം സ്വീകരിച്ചതും എന്താണ് ഇസ്ലാമിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. മുഗീറ റളിയല്ലാഹു അൻഹു റുസ്തമിനോട് സംസാരിച്ചു. തീരുമാനമാകാതെ അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങിപ്പോയപ്പോൾ തന്നെ റുസ്തം വീണ്ടും ഒരാളെ കൂടി നിയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, സന്ധി സംഭാഷണത്തിന് വേണ്ടി. അപ്പോൾ നിയോഗിച്ചത് രബിയ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം അങ്ങോട്ട് ചെന്നത്, കൊട്ടാരത്തിലേക്ക് ചെന്നത് കണ്ടാൽ പേടിക്കുന്ന പക്ക ബദു സ്റ്റൈലിലാണ്. 2 ഭാഗത്തേക്കും മടഞ്ഞ് തൂക്കിയിട്ടിരിക്കുന്ന മുടിക്കെട്ട്, എന്നിട്ട് തലയിലൊരു കെട്ട്, അദ്ദേഹത്തിന്റെ ആ കരിമ്പടം കീറിപ്പറിഞ്ഞ വസ്ത്രം, കയ്യിലൊരു കുന്തമായിട്ട് ഒരു കോവർ കഴുതയുടെ പുറത്താണ് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിനോട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. അവിടെ നിന്നപ്പോൾ തന്നെ പാറാവുകാരൊക്കെ തടയാൻ ശ്രമിച്ചു. ഈ വേഷത്തിൽ എങ്ങോട്ടാണ് രാജാവിന്റെ ദർബാറിലേക്ക് കയറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ദൂതനാണല്ലോ എന്നതിന്റെ പരിഗണന നൽകിക്കൊണ്ട് പ്രവേശിപ്പിച്ചതാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്?
അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഈ രൂപത്തിൽ വന്ന അയറാബി അദ്ദേഹത്തിന്റെ ഭാഷപ്രകാരം അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ ബിത്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദിഹി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ല. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സൃഷ്ടിപൂജയിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യന്മാരെ നയിക്കാൻ വേണ്ടിയാണ്. വമിൻ ദീഖി ദുനിയാ ഇലാ സഅത്തിൽ ആഖിറ, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് പരലോകത്തെ അനന്ത അനുഗ്രഹങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക് മറ്റു മതങ്ങളുടെ ദുൽമിൽ നിന്ന് അക്രമത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഫഅർസലനാ ബിദീനിഹി ഇലാ ഖൽഖിഹി, അങ്ങനെ അള്ളാഹു അവന്റെ റസൂലിനെ നിയോഗിച്ചു. ആ റസൂൽ ആ ദീനുമായി ഞങ്ങളെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നിയോഗിച്ചതാണ്. ലിനദുഅഹും ഇലൈഹി, ലോകരെ മുഴുവൻ ആ മതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. ഫമൻ ഖബില ദാലിക ഖബിൽനാ മിൻഹു, ആ ദീൻ ആരെങ്കിലും വിശ്വസിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കും, അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾ അവരോട് പോരാടും. ഒന്നുകിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമായി ഞങ്ങളോട് പ്രശ്നമുണ്ടാക്കാതെ അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം ജിസിയ നൽകിയാൽ. ഇതൊക്കെ റുസ്തം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കേൾക്കുകയാണ്. വസ്ത്രം മര്യാദയ്ക്ക് ധരിക്കാനില്ലാത്ത ഈ അയറാബിയാണ് ഈ രൂപത്തിൽ രാജകൊട്ടാരത്തിൽ വന്ന് അതിനെ വിറപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോ റുസ്തം സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു, ഇനി നിങ്ങളുടെ കൂട്ടത്തില് ഞാൻ ചർച്ച ചെയ്താൽ പരിഹാരമാകുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞങ്ങൾക്ക് വേറെ നേതാക്കന്മാരുടെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പടയാളി പറയുന്നത് ഞങ്ങളുടെ ചീഫ് കമാൻഡർക്ക് സ്വീകാര്യമാണ്. അപ്പോ റുസ്തമിന്റെ രണ്ടാമത്തെ ആവശ്യം, എന്നാൽ ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയാം, നിങ്ങൾ പൊയ്ക്കോളൂ. അപ്പോ നബിയുടെ മറുപടി, നിങ്ങൾക്ക് 3 ദിവസം ആലോചിക്കാം. അപ്പൊ റുസ്തം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താണ് 3 ദിവസം ആലോചിക്കണമെങ്കിൽ ഇപ്പൊ യുദ്ധത്തിന് ആളെ പറഞ്ഞേക്കാൻ തന്നെ മാസങ്ങൾ പിടിച്ചതാണ്, എന്താണ് 3 ദിവസം? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, മാ സന്ന ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഅഖിറൽ അഅദാ ഇൻദ ലിഖാഇ അക്സറ മിൻ സലാസ്, ശത്രുക്കളുമായി മുഖാമുഖം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സന്ധിക്കുള്ള അവസരം എത്രയേ ഉള്ളൂ? 3 ദിവസം, അതിന്റെ അപ്പുറത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ വഴിയിൽ തന്നെ വീണ്ടും സയ്യിദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് റുസ്തം അയക്കുകയാണ് ദൂതന്മാരെ, സന്ധി സംഭാഷണം നിർത്തണ്ട, പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നിയോഗിച്ചത് ആസിം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ റുസ്തമിന്റെ ആവശ്യം ചർച്ചയോ പരിഹാരങ്ങളോ അല്ല, അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുക, മുസ്ലിങ്ങളെ പരമാവധി നിരാശരാക്കുക, അവരെ ക്ഷീണിപ്പിച്ച് പോരാടുക എന്ന തന്ത്രമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. അവസാനം കോപം കയറിയ റുസ്തം അല്പം മണ്ണെടുത്ത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയിലേക്ക് വാരിയിട്ടു. എന്നിട്ട് പറഞ്ഞു, പ്രതിനിധികളെ, ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളെ പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ കൊല്ലുക എന്നത് ചേർന്നതല്ലെങ്കിൽ നിന്നെ ഞാൻ വധിക്കുമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം പ്രതീകമായി നിന്റെ തലയിലേക്ക് മണ്ണിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പടയാളികളോട് ആ സഹാബിയുടെ തലയിലേക്ക് മണ്ണ് ഇടാൻ പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം തക്ബീർ ചൊല്ലിയിട്ട് സയ്യിദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവ് അയാളുടെ രാജ്യം തന്നെ എന്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട്, നിന്ദിക്കാൻ വേണ്ടിയിട്ട മണ്ണാണ്. അതിന് പറഞ്ഞത് ആ രൂപത്തിലാണ് അദ്ദേഹത്തിനെ കണ്ടത്. തിരിച്ചു വന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് ഉപദേശിച്ചു. ഉപദേശിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു പ്രത്യേകം തന്നെ നിയോഗിച്ചിരുന്നു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ. കാരണം സൽമാൻ അൽ ഫാരിസി ഇവരുടെ യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന അവിടുത്തുകാരനാണ്. അദ്ദേഹമായിരുന്നു ദായി, പ്രഭാഷകനായി ഉണ്ടായിരുന്നത്. അതേപോലെ അവർക്ക് പ്രത്യേകം കാദിയെ നിശ്ചയിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ പോരാടുന്ന പടയാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തീരുമാനം പറയാനും വേണ്ടി. ചീഫ് കമാൻഡർ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവാണ്. അതേപോലെ ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബിജലി ഉണ്ട്. തുടങ്ങി ഒരുപാട് സഹായിമാരുണ്ടായിരുന്നു. ബദരീങ്ങളിൽപ്പെട്ട 70ഓളം സഹാബിമാർ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 500ഓളം സഹാബിമാരും ആ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു. അറേബ്യയുടെ നാനാഭാഗത്ത് നിന്നും പടയാളികൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ബനു അസദ്, അതേപോലെ ബജീല ഗോത്രക്കാരി, കിന്ദ, അതൊക്കെ യമനിലെ ഗോത്രങ്ങളാണ്. അവരിൽ നിന്നൊക്കെ എമ്പാടും പടയാളികൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവരെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തി. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർദ യരിസുഹാ ഇബാദിയസ് സാലിഹൂൻ. അള്ളാഹു മുമ്പ് തന്നെ സബൂറിൽ രേഖപ്പെടുത്തിയതാണ്. എന്താണത്? അന്നൽ അർദ യരിസുഹാ ഇബാദിയസ് സാലിഹൂൻ.
സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ സുഹൃതവാന്മാരായ ദാസന്മാർക്കുള്ളതാണ് ഭൂമി. നമ്മൾ അള്ളാഹുവിന്റെ അങ്ങനെയുള്ള അടിയാറുകളാണ്. അതുകൊണ്ട് നമ്മളോട് അള്ളാഹു നൽകിയ വാഗ്ദാനം കൂടിയാണ്, ബനൂ ഇസ്രായേലിയർക്ക് മാത്രമുള്ളതല്ല ഈ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു, ഞാൻ 4 തക്ബീറുകൾ ചൊല്ലും. ഒന്നാമത്തെ തക്ബീറാവുന്നതോടുകൂടി നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക. രണ്ടാമത്തെ തക്ബീറാകുമ്പോഴേക്ക് നിങ്ങൾ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. 4ാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ ഒന്നടങ്കം പേർഷ്യക്കാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തക്ബീർ മുഴക്കിയതോടുകൂടി യുദ്ധസജ്ജരായി മുസ്ലിങ്ങൾ പേർഷ്യക്കാരുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ആദ്യമായി തന്നെ ആരംഭിച്ചത് ദ്വന്ദ്വ യുദ്ധമാണ്. മുസ്ലിങ്ങളിൽ പെട്ട പല പ്രധാനപ്പെട്ട ആ കാര്യത്തിൽ മികച്ചു നിന്നിരുന്ന പല സഹാബിമാരും പേർഷ്യക്കാരിലെ അതേ രൂപത്തിലുള്ള പ്രതിയോഗികളുമായി മൽപ്പിടുത്തത്തിലും ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെടുകയും 2 വശത്തു നിന്നും ആളുകൾ കൊല്ലപ്പെടുകയും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് പടയാളികൾ ഷഹീദാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നീട് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അണുബോംബ് എന്ന് പറയുന്നത് അവരടുത്തിലുള്ള 30ഓളം വരുന്ന ആനകളെയാണ്. അതിന്റെ കൂട്ടത്തിൽ വലിയ ഒരു വെള്ളയാനയും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ആന ഉണ്ടോ? ചരിത്രത്തിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. വെളുത്ത ഒരു ആന അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ആനപ്പട്ടാളത്തെ കണ്ടതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ കുതിരകൾക്ക് പ്രയാസമായി. അത് വല്ലാത്ത ക്ഷീണമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ സമയമാകുമ്പോഴേക്ക് രോഗബാധിതനായി കിടപ്പിലായി. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത വിധം എർക്കുനിസ എന്ന് പറയുന്ന അസുഖം പിടിപെടുകയും അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഉയർന്നൊരു പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം യുദ്ധരംഗം വീക്ഷിച്ചത്. മുസ്ലിങ്ങളോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ആന പട്ടാളത്തെ അദ്ദേഹം വിദൂരത്ത് തന്നെ കണ്ട സമയത്ത് ആസിബ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, തമീം ഗോത്രക്കാരനാണ്, അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പ്രത്യേകം എന്താണ് ഇതിനെ മറികടക്കാനുള്ള ഒരു പ്ലാന് നിങ്ങൾ ആലോചിക്കണമെന്ന് പറയുകയും അദ്ദേഹം യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയും ചെയ്തു എന്നാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം മുസ്ലിങ്ങളിലെ ഒരു സൈന്യം ഒരു ചെറിയ 8ഓ 10ഓ വരുന്ന ഗ്രൂപ്പുകളായി തിരികെയും അതിലെ അമ്പെയ്ത്ത് വിദഗ്ധരായ ആളുകൾ ആനപ്പുറത്ത് ആനയുടെ കൊട്ട എന്തായാലും അമ്പാരിന്നോ എന്തോ ആണ് പറയാന്നാ പറഞ്ഞത്, അതിൽ ഉള്ള പാപ്പാന്മാര് ഇവിടെ പടയാളികളാണ്, അവർക്ക് നേരെ ശക്തമായി അമ്പെയ്ത്ത് നടത്തുക. അങ്ങനെ അവരുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് പുറകിലൂടെ വന്ന് ആനയുടെ ഈ പെട്ടി ബന്ധിച്ചിരിക്കുന്ന ഇവരിക്കാൻ ഇരുമ്പിന്റെ കൂട്ടിലാണ് ഇരിക്കുന്നത്, അവർക്ക് അമ്പ് ഏൽക്കുന്നില്ല. അതോടൊപ്പം അതിന്റെ പുറത്തു നിന്ന് അവര് താഴെയുള്ള പടയാളികൾക്കെതിരെ വിശ്വാസികൾക്കെതിരെ അമ്പെയ്ത്ത് നടത്തുകയും ചെയ്യാം. അതിനെ കെട്ടിയിട്ടുള്ള ചെങ്ങല അല്ലെങ്കിൽ കയറ് അവര് മുറിക്കുകയും പെട്ടിയടക്കം ആനപ്പുറത്തുള്ള പടയാളികളായ പേർഷ്യക്കാരെ താഴെ വീഴുകയും അവരെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ്. അതോടുകൂടി ആനയുടെ സൈന്യം കാര്യം പിൻവാങ്ങി. ബാക്കിയുള്ള ആളുകളാണ് യുദ്ധത്തിലുണ്ടായിരുന്നത്. അപ്പോഴേക്ക് രാത്രിയായിരുന്നു. 2 കൂട്ടരും വിശ്രമത്തിന് വേണ്ടി തിരിഞ്ഞു എന്നാണ്. 4 ദിവസം നീണ്ടുനിന്ന ഘോരമായ യുദ്ധമാണ് ഖാദിസിയിലുണ്ടായത്. 2ാമത്തെ ദിവസം തലേ ദിവസം മരണപ്പെട്ട ആളുകളെ ജനാസ മറവ് ചെയ്യുന്നതിലും കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ വ്യാപൃതരായി. പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവരുടെ ആനകളെ സജ്ജീകരിക്കാനും അതേപോലെ അണികളൊക്കെ റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമായിട്ടാണ് അവരതിനെ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുങ്ങിയ പ്രദേശത്തായിരുന്നു. 2.5 ലക്ഷം വരുന്ന സൈന്യം ഇടുങ്ങിയ പ്രദേശമല്ല, പക്ഷെ 2.5 ലക്ഷം വരുന്ന ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നില്ല ആ പ്രദേശം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് 30,000-ൽ താഴെ വരുന്ന സൈന്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരുക്കം അറിഞ്ഞ സമയത്ത് തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 5 ദിവസം കൊണ്ട് സിറിയയിലേക്ക് എത്തിയ വേറൊരു പടയാളി ഉണ്ടായിരുന്നു. സഹാബി ആരാണത്? നമ്മള് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഅ്കാഅ് ഇബ്നു അംർ തമീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ നിയോഗിച്ചുകൊണ്ട് പറഞ്ഞത്, ലാ യുഹ്സമു ജയ്ഷുൻ ഫീഹി മിസ്ലു ഹാദാ. കഅ്കാഇനെ പോലെയുള്ള ഒരു സഹാബിയുള്ള സൈന്യത്തെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നു. കഅ്കാഇനോട് 4000 വരുന്ന പടയാളികളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇറാഖിലേക്ക് എത്താൻ പറഞ്ഞിരുന്നു. അങ്ങോട്ട് അദ്ദേഹം 5 ദിവസം കൊണ്ടാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എത്തിയത്. അതിലേറെ വേഗതയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഖാദിസിയയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം മൂലം അദ്ദേഹം എത്തിയത് 2ാം ദിവസത്തെ കാലത്താണ്.
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈനവിയാത്ത്, അവരുടെ ആവേശം ആകാശം മുട്ടെ ഉയർന്നു. തക്ബീർ ധ്വനികളോടുകൂടി രണ്ടാമത്തെ ദിവസത്തിലെ യുദ്ധത്തിലേക്ക് അവരിറങ്ങുകയാണ്. കാക്കായനോട് അല്പം വിശ്രമിക്കാൻ സഅദ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഷഹാദത്തിന് വേണ്ടിയാണ്, വിശ്രമത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ആ സൈന്യവും മുസ്ലിങ്ങളോട് ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സൈന്യത്തോട് ചേരുകയും കാക്കായ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ യുദ്ധത്തിന്റെ മധ്യനിരയിലുള്ള റുസ്തം, അതേപോലെ അവിടെ പ്രധാനപ്പെട്ട കമാൻഡർമാരുള്ള സ്ഥലത്തേക്ക് ചെല്ലുകയും ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. 4 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വന്നിട്ടാണ് ഈ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജാലിനിയോസ് എന്ന് പറയുന്ന അവരിലെ സേനാനായകൻ വരികയും ദ്വന്ദ്വ യുദ്ധം നടത്തുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് കാക്കായ റളിയല്ലാഹു അൻഹു അവനെ നിരംബരിശാക്കുകയും ചെയ്തു. അവരിലെ പ്രധാനപ്പെട്ട കമാൻഡർ ആ 2ാം ദിവസത്തിൽ കൊല്ലപ്പെട്ടു. ആ ദിവസം ആനകളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ആനകളുടെ പെട്ടി ശരിയാക്കാൻ വേണ്ടി ആന പട്ടാളക്കാർ പിൻവാങ്ങിയതാണ്. ആ ദിവസം പൂർണ്ണമായി അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. 2 ഭാഗത്തു നിന്നും ആളുകൾ കൊല്ലപ്പെട്ടു. 3ാം ദിവസം ആനകളെയുമായി വീണ്ടും പേർഷ്യക്കാര് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ് ചെയ്തത്. ആ സമയത്ത് കാക്കായ റളിയല്ലാഹു അൻഹു അതിനൊരു പരിഹാരം കണ്ടു. ആന നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾക്കും ആനയുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ആന എന്താണെന്ന് ചോദിച്ചാൽ, സഹാബിമാരോട് എത്രയും പെട്ടെന്ന്, അനുയായികളോട് എത്രയും പെട്ടെന്ന് ഒട്ടകങ്ങളെ ഒന്ന് അണിയിച്ചൊരുക്കാൻ പറഞ്ഞു. അതിന്റെ പുറത്ത് വലിയ കൂടാരങ്ങൾ ഉണ്ടാക്കി ഒരു ഭീകര രൂപമാക്കി മാറ്റി. അദ്ദേഹം അണിയിച്ചൊരുക്കുകയല്ല, പേടിപ്പിച്ചൊരുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആനയുടെ മുന്നിലേക്ക് ഈ ഒട്ടകങ്ങളെ എഴുന്നള്ളിക്കാൻ പറഞ്ഞു. ഒട്ടകങ്ങളുടെ ഈ രൂപം കണ്ടപ്പോഴേക്ക് ആന അതിന്റെ പുറത്തുള്ള ആളുകളെയും വിരളി പിടിച്ച് ആനകള് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അതിന്റെ പുറകെ മുസ്ലിം സൈന്യവും കൂടുകയും ആനകളെ പലതിനെയും വെട്ടിയും കുത്തിയുമൊക്കെ കാക്കായ റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാരും ആനകളുടെ അമ്പ് ചെയ്തിട്ട് പ്രയോജനമില്ലല്ലോ, അതുകൊണ്ട് കുന്തങ്ങൾ കൊണ്ട് കണ്ണിനെ കുത്തി എന്നാണ് പറയുന്നത്. അതോടുകൂടി ഈ വിരളെ പിടിച്ച ആനകള് പേർഷ്യൻ പട്ടാളക്കാരെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുസ്ലിങ്ങൾ അവരുടെ പുറകെ ചെല്ലുകയും അവരിൽപ്പെട്ട പ്രധാന കമാൻഡർമാർ ഒന്നാമതായി കൊല്ലപ്പെടുന്നത് ആ ദിവസം റുസ്തമാണ്. ഒരു കാലത്ത് അദ്ദേഹം രാജാവായിരുന്നു. പിന്നീട് യസ്ദജർദ് വന്നപ്പോഴാണ് മാറിക്കൊടുത്തത്. അവൻ കൊല്ലപ്പെട്ടു. അതേപോലെ ഹുർമുസാൻ അതിൽ രക്ഷപ്പെട്ടു. അവൻ മുസ്ലിമാവുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ മഹറാൻ തുടങ്ങിയ അവരിലെ പ്രധാനപ്പെട്ട കമാൻഡർമാരെല്ലാം കൊല്ലപ്പെട്ടു. കാക്കായ റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിച്ചു, നിങ്ങൾ ഒരു രാത്രി ക്ഷമയോടുകൂടി പോരാടുക, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അവർ യുദ്ധം തുടർന്നു. 4ാമത്തെ ദിവസം വിശ്വാസികൾക്ക് അള്ളാഹു വിജയം നൽകി. അവർക്ക് അള്ളാഹു ഒരു കാറ്റിനെ നിയോഗിക്കുകയും അവരുടെ തന്നെ ടെന്റുകളും മറ്റുമൊക്കെ കാറ്റിൽ പറക്കാൻ തുടങ്ങിയതോടുകൂടി അവര് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുസ്ലിങ്ങൾ അവരുടെ പുറകെ ചെന്ന് അതിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും ബന്ദികളാക്കുകയും ചെയ്തു. അതോടുകൂടി ആ ഖാദിസിയ യുദ്ധം അവസാനിച്ചു. അവര് പിൻവലിഞ്ഞത് മദായിനിലേക്കാണ്. മദായിനിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് യുദ്ധം നടക്കുന്നത്. തലസ്ഥാനത്തേക്ക് അവര് ബാക്കിയുള്ള ആളുകൾ ജീവനും കൊണ്ടോടി. മുസ്ലിം സൈന്യം അവരുടെ പുറകിൽ പിന്നീട് മാസങ്ങളെടുത്താണ് മദായിനിലേക്ക് എത്തുകയും മദായിൻ മുസ്ലിങ്ങൾ കീഴടക്കുകയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്വത്തുകൾ ഇസ്ലാമിക ഖജനാവിലേക്ക് ചേർക്കുകയും ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദർസിൽ വിശദമായി സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ യുദ്ധമൊക്കെ നടക്കുന്നത് നമ്മൾക്കറിയാം ആധുനിക ഇറാഖിലാണ്. അന്ന് ഫാരിസ് എന്നറിയപ്പെടുന്ന ഇറാഖ് എന്നും പറയപ്പെടാറുണ്ട്. സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാൻ എന്ന് പറയുമ്പോൾ ഈ പ്രദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഇറാനും ഇറാഖ് കൂടി ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. അവര് ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി അയച്ചു. സഅദ് ബിൻ അബി വക്കാസ് ശരിയല്ല, അയാൾ നല്ല അമീറല്ല, നല്ല ഭരണാധികാരിയല്ല, മര്യാദയ്ക്ക് നിസ്കരിക്കാറില്ല, നല്ല രൂപത്തിൽ ഗനീമത്ത് സ്വത്ത് വീതം വെക്കാറില്ല. ഈ കത്ത് കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിഷമവും കോപവും വന്നു. അദ്ദേഹം പറഞ്ഞത്, യുദ്ധത്തിൽ ശത്രുക്കളുമായി മുഖാമുഖം നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നേതാവിനെതിരെ പരാതി പറയുകയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കെതിരെ ഇപ്പോൾ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നില്ല. കാരണം പിന്നെ ഏതെങ്കിലും ഇതേപോലെയുള്ള ഗവർണർമാർ
പ്രജകൾക്കിടയിൽ മോശമായ പ്രവർത്തനം നടത്തിയാൽ അവർക്കെതിരെ പരാതി പറയാൻ ആളുകൾ മുന്നോട്ട് വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഇറാഖിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവരന്ന് മുതൽ ആരംഭിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സാഹിബുമാര് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അള്ളാഹുവേ ഞങ്ങൾക്ക് മദീനയിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇവിടുത്തെ മുദ്ദിലും സായിലും ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ സഹാബിമാര് പറഞ്ഞു വഫി അമരിനാ, റസൂൽ പറഞ്ഞു അവിടേക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ചില ആളുകള് പറഞ്ഞു അങ്ങോട്ട് കിഴക്കോട്ട് വഫി നജിദിന, നജിദ് കൊണ്ട് ഉദ്ദേശം കിഴക്ക് പ്രദേശങ്ങളാണ്, ഇറാഖിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഫതഹുൽ ബാരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് പറഞ്ഞത് അവിടെ നിന്നാണ് ഫിത്ന ഉടലെടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഫിത്ന ഖിയാമത്ത് നാൾ വരെ ഉടലെടുക്കും. ഖിയാമത്ത് നാളിലെ തൊട്ട് മുമ്പായി ദജ്ജാല് വരുന്നതും എവിടുന്നാണ്? അസ്ഫഹാനിൽ നിന്നാണ് അവൻ രംഗപ്രവേശനം, അവന്റെ രഥയാത്ര പ്രഖ്യാപിക്കുന്നത്. അവിടെ നിന്നുള്ള 70,000 യഹൂദന്മാർ അവന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. 70,000 യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാവും, ഇറാനിലുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ അഹ്ലു സുന്നക്ക് പള്ളി ഇല്ലാത്ത ഏക ഏഷ്യയിലെ പട്ടണം ഏതാന്ന് ചോദിച്ചാൽ അത് തെഹ്റാനാണ്. അവിടെ ഇതില്ല, മുസ്ലിം പള്ളിയില്ല, ജാറങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ യഹൂദന്മാർക്ക് എല്ലാ ആനുകൂല്യങ്ങളുള്ള രാജ്യമാണ്. അവരുടെ മുദ്രാവാക്യം യഹൂദന്മാർ കൊല്ലപ്പെടട്ടെ, അമേരിക്ക നശിക്കട്ടെ എന്നൊക്കെയാണെങ്കിലും അവരുടെ പരിപാടി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് അവര് അവരുടെ രാജ്യം നിലനിൽക്കുന്നതും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് എന്ന് സാന്ദർഭോചിതമായി സൂചിപ്പിക്കുക. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ഇറാഖിലെത്തുകയും അവിടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പള്ളികളിലൂടെ അതേപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലൂടെ അദ്ദേഹം ചുറ്റിയടിച്ചു. എല്ലാ ആളുകൾക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരു പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അബൂ സഅദ ഉസാമത്ത് ബിൻ ഖതാദ എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഏതായിരുന്നാലും അന്വേഷണ കമ്മീഷൻ വന്ന സ്ഥിതിക്ക് ഞാൻ കാര്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വെള്ളയായി അദ്ദേഹം പരാതി പറഞ്ഞു. സഅദ് ബിൻ അബി വക്കാസ് നിസ്കാരം 2 റക്അത്ത് വളരെ ചുരുക്കി, 2 റക്അത്ത് ദീർഘിപ്പിച്ചൊക്കെയാണ് നിസ്കരിക്കുന്നത് എന്ന പരാതി ഒന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം നീതിയില്ലാത്ത ആളാണ്. അതേപോലെ പിന്നെ യുദ്ധത്തിന് മുന്നിൽ നിന്ന് നയിക്കാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഖാദിസിയെ തന്നെ അസുഖം എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ് ചെയ്തത് എന്ന് തുടങ്ങിയ പരാതികളാണ് അയാൾ പറഞ്ഞത്. ഇത് സഅദ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 5ാമതായി മുസ്ലിമായ വ്യക്തിയാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മയും നിങ്ങൾക്ക് ഫിദിയയായി നൽകാം, പോരാടുക എന്ന് റസൂൽ എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു മനുഷ്യനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. റസൂലിനെ സംരക്ഷിച്ചത് ഞാനാണ്. ഇസ്ലാമിൽ ആദ്യമായി അമ്പെയ്ത വ്യക്തി ഞാനാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരാൾക്കെതിരെ ആയുധമേന്തിയത് ഞാനാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഈ ആക്ഷേപം പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുകയും, അള്ളാഹുവെ ഈ ആരോപണക്കാരൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അവരെ നീ പരീക്ഷണത്തിന് വിധേയനാക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി. ആ പരാതി പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് വളരെ ദീർഘമായി അയാൾക്ക് പ്രായം ചെന്ന് ദീർഘായുസ് ലഭിക്കുകയും വളരെ കിളവനായ അവസ്ഥയിലും അങ്ങാടിയിൽ സ്ത്രീകളെ ശല്യം ചെയ്തും അതേപോലെ അന്ധനായി മാറി ആളുകൾക്കൊരു പരീക്ഷണ വസ്തുവായി അദ്ദേഹം അങ്ങാടിയിൽ ചുറ്റിത്തിരിഞ്ഞത് കാണുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന് ആക്ഷേപിക്കുമ്പോൾ അയാൾ പറയാറുണ്ടായിരുന്നു അത്രേ, എനിക്ക് സഅദ് ബിൻ അബി വക്കാസിന്റെ പ്രാർത്ഥന ഏറ്റതാണ്. സഅദ് റളിയല്ലാഹു അൻഹു മുസ്തജാബു ദഅവ ആയിരുന്നു. റസൂലിനോട് അദ്ദേഹം ചോദിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അതിബ് മത്അമക തകുൻ മുസ്തജാബ ദഅവ, നീ ഭക്ഷണം നന്നാക്കുക. റൊട്ടിയും 2 റിയാലിന്റെ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ബിരിയാണി അടിക്കുക, അതാണോ ഉദ്ദേശിച്ചത്? അല്ല, നീ വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുക. വിശിഷ്ടം എന്ന് പറഞ്ഞാൽ നാവിന് സ്വാദുള്ളത് മാത്രമല്ല, പിന്നെയോ ധാർമ്മികമായി നമ്മൾക്ക് ഹലാലായത് മാത്രം ഭക്ഷിക്കുക, നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അങ്ങനെ അത് ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. സംശയമുള്ളതോ ഹറാമായതോ സഹാബിമാരെ പോലെ തന്നെ അദ്ദേഹവും പ്രത്യേകിച്ച് വയറ്റിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ സമയത്തും കണ്ടത്. അതേപോലെ തന്നെ ഇറാഖുകാരുടെ അവരെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയല്ല, പക്ഷെ അവിടെയുള്ള ആളുകളുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു ഭരണാധികാരികൾക്കെതിരെ ഏത് സമയവും. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റാത്ത ആളുകൾക്ക് പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഹജ്ജാജ് അവിടെ എത്തിയപ്പോ അവരെ അഭിസംബോധന ചെയ്തു നോക്കണ്ട്, യാ മഅ്ശറൽ ഇറാഖ്
മഅദനുൻ നിഫാഖി വശിഖാഖ്, പ്രശ്നക്കാരും നിഫാഖുകാരുമായ ആളുകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ കല്ലെടുത്തെറിയാൻ, കല്ലിങ്ങനെ വിരലിൽ വെച്ചിട്ട് ആരാന്ന് കാണാതെ ബേക്കിൽ നിന്നിട്ട് ഹജ്ജാജിനെ എറിയാൻ. ഹജ്ജാജ് ആദ്യം അവരോട് സലാം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളോട് സലാം പറയുന്നുണ്ട്. ആരും മറുപടി പറയണില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മര്യാദ പഠിപ്പിക്കും. എന്നിട്ട് ഹജ്ജാജ് അവിടെ നടത്തിയ ഒരു പ്രഭാഷണം യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെ അറബി സാഹിത്യം പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ്. ഞാനിതാ ചില തലകൾ കാണുന്നു, അത് വിളഞ്ഞതാണ്, ഞാൻ അതിന്റെ കൊയ്ത്തുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ചരിത്രത്തിൽ പറയാൻ അറിയപ്പെട്ടതാണ്. അങ്ങനെയുള്ള കിങ്കരന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറാഖിനെ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് സഹാബിമാർക്ക് അറിയായിരുന്നു. ഇന്നും ലോകം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഇറാഖുകാരെ നയിക്കാൻ പറ്റില്ല, അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മിൻ ഹുനാക തഖറുജുൽ ഫിത്ന, അവിടെ നിന്നാണ് ഫിത്ന വരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി